ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് തലശ്ശേരി ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കും അറിയണ്ടേ ഈ തലശ്ശേരി ഇറച്ചിച്ചോറിൻ്റെ ടേസ്റ്റ് ഒന്ന്. അപ്പോൾ തലശ്ശേരി ഇറച്ചിച്ചോറ് ഉണ്ടാക്കാനായിട്ട് 1 കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല നെയ്യുള്ള ബീഫ് നോക്കി എടുക്കുക കേട്ടോ, എന്നാലാണ് നമ്മുടെ ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രഷർ കുക്കറിലാണ് ഞാനിപ്പോൾ ബീഫ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുക്കറിലോട്ട് ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 മീഡിയം വലിപ്പത്തിലുള്ള സവാള അരിഞ്ഞതാണ്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണ്. ഒരു 3 പച്ചമുളക് നെടുകെ കീറിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 തക്കാളി, ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ്, അതും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈര് ഇറച്ചിയും ഒന്നിച്ച് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് സ്റ്റേജ് ഒഴിവാക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ തൈരിന് പകരം കുറച്ച് നാരങ്ങ നീര് ചേർത്താലും മതി, 1 ടീസ്പൂണൊക്കെ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല നെയ്യുള്ള ബീഫ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 8 വിസിൽ വരുന്നത് വരെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അത് ഹൈ ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്യുന്നത്. പിന്നെ ബീഫിൻ്റെ വേവ് അനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും. അപ്പോൾ ഇതിലെ ആവിയെല്ലാം പോയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ല വണ്ണം വേവണം കേട്ടോ ബീഫ് എന്ന് വിചാരിച്ച് ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കും ചെയ്യരുത്. നല്ല സോഫ്റ്റ് ആവുന്നത് വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൽ വെള്ളം ചേർത്തതുകൊണ്ട് തന്നെ ഇതിൽ അത്യാവശ്യം വെള്ളമുണ്ട്. അപ്പം ഇനി നമുക്ക് വലിയൊരു പാൻ എടുക്കാം. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ 2 ബേ ലീവ്സ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ സജീരകം, പിന്നെ 3 ചെറിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്, 6 ഗ്രാമ്പു, 6 ഏലക്കി. അപ്പോൾ നമുക്കിതെല്ലാം ഈ എണ്ണയിലോട്ട് ഇട്ടുകൊടുത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയും നെയ്യും 2 ടേബിൾ സ്പൂൺ വീതം എടുക്കണം കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ചേർത്ത് കൊടുക്കാം. നേരിയതായി അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ബ്രൗൺ നിറാകുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാളയൊക്കെ ഇപ്പോൾ ഇവിടെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് മാത്രം ചേർത്ത് കൊടുക്കാം. ഗ്രേവി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ബീഫ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും ഗ്രേവി ബാക്കി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം 1 കപ്പോളം ഗ്രേവി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് മാറ്റി വെക്കാം. ഇനി ഈ ബീഫ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 പിടി അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് സവാള വഴറ്റുന്ന കൂട്ടത്തിൽ ചേർക്കണം കേട്ടോ, ഞാൻ വിട്ടുപോയതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറുതായി അരിഞ്ഞെടുത്ത കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 കപ്പോളം ഉണ്ടാവും കേട്ടോ മല്ലിയില. ഇനി ഇത് നല്ല വണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ബീഫ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എന്ന് വിചാരിച്ച് ഒരുപാട് ഹാർഡാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 5 കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. 250 ml കപ്പിന് 5 കപ്പ് വെള്ളം. 4 കപ്പ് റൈസാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ അതിലേക്ക് 1 കപ്പിന് 1.5 കപ്പ് എന്ന രീതിയിൽ എടുക്കുമ്പോൾ 6 കപ്പ് വെള്ളം വേണം. പക്ഷെ നമ്മൾ ബീഫ് വേവിച്ച ഗ്രേവി 1 കപ്പ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ 5 കപ്പ് വെള്ളം ചേർത്തത്. അപ്പോൾ ഗ്രേവിയോട് കൂടി നോക്കുമ്പോൾ 6 കപ്പ് ഉണ്ട്. അപ്പോൾ ബീഫ് വേവിച്ച ഗ്രേവിയോട് കൂടി വേണം നമ്മൾ വെള്ളം അളന്നെടുക്കാൻ. തലശ്ശേരി ഇറച്ചിച്ചോറ് ഉണ്ടാക്കാൻ കൈമ ജീരകശാല റൈസ് തന്നെ വേണം. അപ്പോൾ ഞാനിവിടെ ജീരകശാല റൈസ് 4 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം കഴുകി വാരിയെടുത്തതാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതിലെ വെള്ളമെല്ലാം വാർത്ത് കളയണം. അപ്പോൾ ജീരകശാല അരി തന്നെ എടുക്കാൻ നോക്കട്ടോ, എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ റൈസ് നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 4 കപ്പ് റൈസിന്
1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ എടുക്കുക. അപ്പോൾ മൊത്തത്തിൽ വെള്ളം ഇറച്ചി വേവിച്ച ഗ്രേവിയോട് കൂടി 6 കപ്പാണ് വേണ്ടത്. പിന്നെ ഒരു 10 മിനിറ്റ് നമ്മൾ വെള്ളത്തിൽ കുതിർത്തെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ വെള്ളത്തിൽ കുതിർത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 7 കപ്പ് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉപ്പിട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ബീഫിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. അപ്പോൾ ഇനി റൈസിലേക്കും കൂടിയുള്ള ഉപ്പാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഇനി ഇത് അടച്ച് വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാൻ. തിളച്ചതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇടയ്ക്ക് നമ്മളിതൊന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളമൊക്കെ എത്രത്തോളം ആയിട്ടുണ്ട് എന്ന് നോക്കുക. ഇനിയിപ്പോൾ വെള്ളം അധികം ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അടച്ച് വെച്ച് ആവിയൊന്നും പുറത്ത് പോവാതെ വേണം ടൈറ്റ് ആക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കുക. പക്ഷെ ഞാൻ ഈ പറഞ്ഞ അളവിൽ വെള്ളം എടുക്കുകയാണെങ്കിൽ അധികം ആവാനൊന്നും ചാൻസ് ഇല്ല കേട്ടോ. അതുപോലെ കുറയാനും സാധ്യതയില്ല. ഞാനിപ്പോൾ ഇത് കറക്റ്റ് അളവിൽ ഉണ്ടാക്കിയിട്ട് റൈസ് നന്നായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ റൈസ് ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് റൈസ് വിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നാരങ്ങനീരൊക്കെ ചേർക്കാം കേട്ടോ. പക്ഷെ ഞാനിവിടെ ചേർത്തിട്ടില്ല. നമ്മൾ നെയ്യും വെളിച്ചെണ്ണയൊക്കെ ചേർത്താണല്ലോ റൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല സെപ്പറേറ്റ് ആയിട്ട് റൈസ് നിൽക്കുകയും ചെയ്യും. നല്ല സോഫ്റ്റും ആണ്. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള തലശ്ശേരി ബീഫ് ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റൈസൊക്കെ വിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇറച്ചിച്ചോറ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന അത്രയൊന്നും ബുദ്ധിമുട്ടില്ല. എന്നാൽ ബിരിയാണീൻ്റെ അതേ ടേസ്റ്റ് നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. അപ്പോൾ ഇനിയും ഒരുപാട് വെറൈറ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്